പവർ പൾസ്. നമ്മുടെ 2 സുഹൃത്തുക്കളെ ഈ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റിയതോടെ നമ്മൾ മുടക്കിയ 3 മാസത്തെ റീചാർജ് തുകയും നമുക്ക് തിരികെ ലഭിച്ചു. ഇനി ഒരാളെ കൂടി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ വരുമാനം നേടാം. 200 രൂപയാണ് അപ്പോൾ നമുക്ക് ലഭിക്കുക. തുടർന്ന് ഒന്നിടവിട്ട ഓരോ ജോഡി ആളുകൾ നമ്മുടെ ടീമിൻ്റെ പവർ പൾസിൻ്റെ ഭാഗമാകും തോറും നമുക്ക് ഇത്തരത്തിൽ 200 രൂപ കിട്ടിക്കൊണ്ടിരിക്കും. ആദ്യത്തെ 3 പേരെ കൂടാതെ 19 ജോഡി ആളുകൾ കൂടിയാകുമ്പോൾ നമുക്കിവിടെ ഗോൾഡ് എന്നൊരു റാങ്ക് നേടിയെടുക്കാൻ കഴിയുന്നു. ഓർക്കുക, നമ്മൾ കൊണ്ടുവന്ന ആളുകൾ മാത്രമല്ല അത്തരത്തിൽ നമുക്ക് താഴെ അണിനിരന്നിട്ടുള്ളത്. നമ്മൾ കൊണ്ടുവന്ന ആളുകളും നമ്മുടെ ടീമിലേക്ക് ആളുകളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അത് തുടർന്നു കൊണ്ടേയിരിക്കും. അത്തരത്തിൽ അവരിൽ പലരും ഗോൾഡ് റാങ്കും നേടിക്കൊണ്ടിരിക്കും. എന്നാൽ നേരത്തെ ഒന്നിടവിട്ടായിരുന്നെങ്കിൽ നമ്മൾ ഗോൾഡ് ആയതോടെ ഇനി നമ്മുടെ അടിയിൽ വരുന്ന ഓരോ ജോഡി ആളുകൾക്കും 200 രൂപ വീതം ലഭിക്കും. അത് നമ്മൾ കൊണ്ടുവന്നവരായാലും നമ്മുടെ ടീമിലുള്ളവർ കൊണ്ടുവന്നവരായാലും നമുക്ക് മുടക്കമില്ലാതെ ലഭിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല നമ്മുടെ ടീമിലുള്ളവരും ഓരോരുത്തരായി ഗോൾഡ് റാങ്ക് നേടിക്കൊണ്ടിരിക്കും. നമ്മൾ ഗോൾഡായി മാറുന്നതോടെ നമുക്ക് 2 പുതിയ വരുമാനങ്ങൾ കൂടി തുറന്നു കിട്ടും. നമ്മുടെ ടീമിൽ ആദ്യത്തെയാൾ ഗോൾഡ് റാങ്ക് അച്ചീവ് ചെയ്തതിനു ശേഷം ഗോൾഡായി മാറുന്ന ജോഡിക്കും തുടർന്നുള്ള ഒന്നിടവിട്ടുള്ള ഓരോ ഗോൾഡ് ജോഡിക്കും 400 രൂപ എന്ന രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കും. മാത്രമല്ല പവർ പൾസിൽ പുതുതായി ചേരുന്ന ഓരോ ആളും കമ്പനിയിലേക്ക് അടക്കുന്ന 1000 രൂപയുടെ 6% വീതം അഥവാ 60 രൂപ ഗോൾഡായി മാറിയ ആളുകൾക്കുള്ള റോയൽറ്റി ഇംഗത്തിലേക്ക് കമ്പനി മാറ്റിവെക്കുന്നുണ്ട്. അത് ഗോൾഡായ എല്ലാവർക്കും തുല്യമായി വീതിച്ചു നൽകുന്നു. നമ്മുടെ ടീമിൽ ആദ്യത്തെയാൾ ഗോൾഡായതിനു ശേഷം തുടർന്ന് 20 ജോഡി ആളുകൾ കൂടി ഗോൾഡായി മാറുമ്പോൾ നമ്മൾ ഡയമണ്ട് റാങ്കിലേക്ക് പ്രൊമോഷൻ ആകുന്നു. ഡയമണ്ട് ആകുന്നതോടെ ഇനി ഒന്നിടവിട്ടല്ല ഓരോ ജോഡി ആളുകളും നമ്മുടെ ടീമിൽ ഗോൾഡ് ആകുമ്പോൾ തന്നെ നമുക്ക് 400 രൂപ വീതം ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ടീമിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ പുതിയ ജോഡി ജോയിനിങ്ങിനും അഥവാ പുതിയ റീചാർജിനും നമുക്ക് 200 രൂപ വീതം ലഭിക്കുന്നതും തുടർന്നുകൊണ്ടിരിക്കും. കൂടാതെ നമ്മൾ ഗോൾഡ് ആയപ്പോൾ നാം 6% ഗോൾഡ് റോയൽറ്റിക്ക് യോഗ്യത നേടിയ പോലെ ഡയമണ്ട് ആകുമ്പോഴും മറ്റൊരു 6%ൻ്റെ ഡയമണ്ട് റോയൽറ്റി നേടുന്നതിനും നമ്മൾ യോഗ്യത നേടുന്നു. കൂടാതെ മുൻപുണ്ടായിരുന്നത് പോലെ നമ്മുടെ ടീമിൽ ആദ്യത്തെയാൾ ഡയമണ്ട് ആയതിനു ശേഷം അടുത്ത 2 പേർ കൂടി നമ്മുടെ ടീമിൽ ഡയമണ്ട് ആകുമ്പോൾ നമുക്ക് ഒരു തുക ലഭിക്കുന്നുണ്ട്. ഇവിടെ അത് 800 രൂപയാണ്. തുടർന്ന് ഒന്നിടവിട്ടുള്ള ഓരോ ജോഡി ആളുകൾക്കും ഈ 800 രൂപ എന്ന കണക്കിൽ നമുക്ക് ലഭിക്കും. ആദ്യത്തെ ആൾക്ക് ശേഷം 20 ജോഡി ആളുകൾ ഡയമണ്ട് ആകുന്നതോടെ നമുക്ക് വീണ്ടും സ്ഥാനക്കയറ്റം ലഭിച്ച് നമ്മൾ പ്ലാറ്റിനം റാങ്കിലേക്ക് പ്രൊമോഷൻ ആകുന്നു. പ്ലാറ്റിനമാണ് കമ്പനിയിലെ ഏറ്റവും ഉയർന്ന റാങ്ക്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ താഴെ വരുന്ന ആദ്യത്തെ പ്ലാറ്റിനത്തിന് ശേഷമുള്ള ഓരോ ജോഡി പ്ലാറ്റിനത്തിനും ഗ്യാപ്പ് ഒന്നുമില്ലാതെ തന്നെ 1600 രൂപ വീതം നമുക്ക് ലഭിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ടീമിൽ നടക്കുന്ന ഓരോ റീചാർജിനും അത് ടീമിൽ വരുന്ന ആളുകളുടെ ആദ്യത്തെ റീചാർജ് ആയാലും ടോപ്പപ്പ് ആയാലും നമുക്ക് 200 രൂപ വീതം ലഭിച്ചുകൊണ്ടിരിക്കും. കൂടാതെ ഓരോ ജോഡി ഗോൾഡ് മെമ്പേഴ്സിനും നമുക്ക് 400 രൂപ വീതം ലഭിച്ചുകൊണ്ടിരിക്കും. കൂടാതെ ഓരോ ജോഡി ഡയമണ്ടിനും 800 രൂപ വീതം ലഭിക്കും. കൂടാതെ നമ്മൾ പ്ലാറ്റിനം റോയൽറ്റി വാങ്ങുന്നതിനും യോഗ്യത കൈവരിച്ചു കഴിഞ്ഞു. പ്ലാറ്റിനം റോയൽറ്റി 8%. നേരത്തെ അർഹത നേടിയ 6% വീതമുള്ള ഗോൾഡ് ഡയമണ്ട് റോയൽറ്റികളും നമുക്ക് തുടർന്നും ലഭിച്ചുകൊണ്ടിരിക്കും. നിലവിൽ പ്ലാറ്റിനം റാങ്കിൽ എത്തിയിട്ടുള്ള ആരും തന്നെയില്ല. ഡയമണ്ടിലെത്തുന്ന ആദ്യത്തെ ആൾക്ക് ആദ്യത്തെ മാസത്തെ റോയൽറ്റി കണക്കാക്കുമ്പോൾ ഒരുപക്ഷെ മറ്റൊരാളില്ലെങ്കിൽ ഇതുവരെ അവിടെ വന്നിട്ടുള്ള തുക മുഴുവൻ ലഭിക്കുന്നതായിരിക്കും. അമേരിക്കൻ ബൈനറി സിസ്റ്റത്തിലാണ് നാം ഇവിടെ ടീം ഉണ്ടാക്കുന്നത്. നമ്മൾ കൊണ്ടുവരുന്ന 2 പേരെ നാം നമ്മുടെ അടിയിൽ ഇടത്തോ വലത്തോ ആയാണ് പ്ലേസ് ചെയ്യുന്നത്. അവർക്കും അവരുടെ ആളുകളെ അവരുടെ അടിയിൽ ഇടത്തും വലത്തുമായി പ്ലേസ് ചെയ്യാം. ഓരോ ആളുകൾക്കും നേരെയടിയിൽ 2 പേർ മാത്രമേ ഉണ്ടാകൂ. നമ്മൾ മൂന്നാമതൊരാളെ കൊണ്ടുവന്നാൽ അത് നമ്മുടെ നേരെ അടിയിൽ 2 പേരുണ്ടെങ്കിൽ അതിനടിയിലുള്ള ഏതെങ്കിലും ഒരു വശമെങ്കിലും ഒഴിവുണ്ടെങ്കിൽ അവിടെ പ്ലേസ് ചെയ്യാം. അങ്ങനെ തുടർന്നും ആളുകളെ നമുക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കാം. മുകളിൽ പറഞ്ഞ ജോഡി ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ കീഴെ ഇടതും വലതും വശങ്ങളിൽ നിന്നും ഓരോ ആൾ എന്ന രീതിയിലാണ്. നമ്മുടെ നേരെ അടിയിലുള്ള 2 പേരെ നടുക്കെ വിഭജിച്ചുകൊണ്ട് ഒരു വര കീഴ്പോട്ട് വരച്ചാൽ ആ വരയുടെ 2 വശത്തു നിന്നും ഓരോരുത്തർ വീതം വന്നാൽ ഒരു ജോഡിയായി. നമുക്ക് നമ്മുടെ ടീമിൽ നിന്നും ബൈനറി അടിസ്ഥാനത്തിൽ അഥവാ ഓരോ ജോഡി ആളുകൾ വീതമാകുമ്പോൾ നേടാവുന്ന വരുമാനത്തിന് കമ്പനി പരിധി നിശ്ചയിച്ചിട്ടുണ്ട്.
ഒരു ദിവസത്തെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയുള്ള 12 മണിക്കൂറും വൈകിട്ട് 6 മുതൽ വീണ്ടും അടുത്ത രാവിലെ 6 വരെയുള്ള 12 മണിക്കൂറുമായി 2 പകുതികളായി തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ പകുതിയിലും ഓരോ ലെവലിൽ നിന്നും നമുക്ക് നേടാവുന്നത് 5 ജോഡികളിൽ നിന്നുമുള്ള വരുമാനം മാത്രമാണ്. അതായത് ഒരു ദിവസം മാക്സിമം 10 ജോഡി, അതിനും കൂടുതൽ വരുന്നത് നമുക്ക് ലഭിക്കുകയില്ല. അതായത് ഗോൾഡ് ലെവൽ, അതിന് താഴെയുള്ള സിൽവർ, ഗോൾഡിന് മുകളിൽ വരുന്ന ഡയമണ്ട്, പ്ലാറ്റിനം, ഈ ലെവലുകളിലെല്ലാം ഇത് ബാധകമാണ്. അങ്ങനെ സിൽവർ ലെവലിൽ പകൽ 5 × 200 = 1000, രാത്രി 5 × 200 = 1000, മൊത്തം ഒരു ദിവസം 2000. ഗോൾഡിൽ ഇത് 5 × 400 = 2000 പ്ലസ് 5 × 400 = 2000, ടോട്ടൽ 4000. ഡയമണ്ടിൽ 5 × 800 = 4000 പ്ലസ് 5 × 800 = 4000, ടോട്ടൽ 8000. പ്ലാറ്റിനത്തിൽ 5 × 1600 = 8000 പ്ലസ് 5 × 1600 = 8000, ടോട്ടൽ 16000. അങ്ങനെ ബൈനറിയിൽ നിന്നും ഒരാൾക്ക് ഒരു ദിവസം മാക്സിമം നേടാൻ കഴിയുക 2000 പ്ലസ് 4000 പ്ലസ് 8000 പ്ലസ് 16000 = 30000 ആണ്. 12 മണിക്കൂറിൽ 5 പെയറിലും കൂടുതൽ വന്നാൽ അങ്ങനെ ഫ്ലഷ് ഔട്ടായി പോകുന്ന പെയർ നമ്മുടെ തൊട്ടടുത്ത റാങ്കിലേക്ക് നമ്മളെ പരിഗണിക്കുമ്പോഴും അത് കണക്കിലെടുക്കുന്നതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ അതിനു മുകളിലുള്ള റാങ്കുകളിലേക്ക് നമ്മുടെ എലിജിബിലിറ്റി പരിഗണിക്കുന്നതിലും പെയർ വരുമാനത്തിലും മറ്റെല്ലാ കാര്യത്തിലും പരിഗണിക്കുന്നതായിരിക്കും. റീചാർജ് ചെയ്യുമ്പോൾ ഗൂഗിൾ പേയിലും അല്ലെങ്കിൽ ഏതെങ്കിലും റീചാർജ് ഷോപ്പിലും നമുക്ക് എക്സ്ട്രാ കമ്മീഷൻ കൊടുക്കേണ്ടി വരും. ഇവിടെ അത് പവർ പൾസ് കമ്പനിക്കുള്ള വരുമാനമാണ്. കമ്പനിയിൽ നിന്നും നമുക്ക് വരുമാനമായി ലഭിക്കുന്ന പൈസ ഉപയോഗിച്ചും നമുക്ക് നമ്മുടെ തുടർന്നുള്ള റീചാർജുകൾ ചെയ്യാവുന്നതാണ്. ഇത്തരം റീടോപ്പുകളെല്ലാം ടീമിലെ ഓരോരോ ആളുകളുടെ വരുമാനം കണക്കാക്കുമ്പോൾ ആദ്യത്തെ റീചാർജ് പോലെ തന്നെയാണ് കണക്കാക്കുന്നത്. ഏത് മൊബൈൽ കമ്പനിയുടെ ഏത് പ്ലാനിലാണ് നമുക്ക് റീചാർജ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് സൈറ്റിൽ തിരഞ്ഞെടുക്കാൻ കഴിയും. അത് 300 രൂപയ്ക്ക് താഴെയാണെങ്കിൽ ബാക്കി വരുന്നത് വാലറ്റിൽ തന്നെ ഉണ്ടാകും. വാലറ്റിലുള്ളതിലും കൂടുതൽ റീചാർജ് ചെയ്യാൻ ആവശ്യമാണെങ്കിൽ അത് നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ചോ മറ്റോ ടോപ്പ് അപ്പ് ചെയ്യാനും പറ്റും.